ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഏറെ നാളായിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ ചന്ദ്രോദയത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ശ്രുതിയെ ബാഗ് സഹിതം എടുത്ത് പുറത്തേക്കിടുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അവിടെ നിന്നും മറ്റൊരു മാർഗവുമില്ലാതെ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. ശ്രുതി എങ്ങോട്ടേക്കാണ് പോകുന്നത്, പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ബീരാനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് സത്യങ്ങളെല്ലാം ബീരാനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് മലേഷ്യക്കാരൻ ഇളയച്ചനല്ല, ഇത് നമ്മുടെ ഫെബിന്റെ അമ്മാവനാണെന്നും ഇവിടെ നാട്ടിൽ തന്നെ ഒരു ഇറച്ചി വെട്ടുകാരനാണെന്നുമുള്ള സത്യങ്ങൾ ബീരാൻ തന്നെ തുറന്നു പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ ശ്രുതി പിന്നീടായിട്ടും ഇങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. അതെ, അങ്കിളിനെ വെറുതെ പേടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ സച്ചിയും രേവതിയും കൂടി ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാണ്. അങ്കിളിന് എന്താ പറ്റിയത്, വാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ബീരാനെയും കൂട്ടി ശ്രുതി അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബീരാൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് രേവതി കയറി മുമ്പിലേക്ക് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിൽക്ക് ശ്രുതി, ഇനി നീ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാ സത്യങ്ങളും ഇപ്പൊ തന്നെ ഇവിടെ അഴിഞ്ഞു വീണ് കഴിഞ്ഞു എന്ന് പറയാനേ. അപ്പോഴേക്ക് ശ്രുതിക്കിനി മറ്റൊരു മാർഗവും ഇല്ലല്ലോ. അപ്പോഴേക്ക് ബീരാനും പറയുന്നുണ്ട്, അതേ ശ്രുതി, ഇനി ഒന്നും മറച്ചു വെക്കണ്ട. നീ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കള്ളം പറഞ്ഞതിന് മേലെ നീ അത് നിലനിർത്താൻ വേണ്ടിയിട്ടൊരു 1000 കള്ളത്തരങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വന്നു. എന്തായാലും ഇനിയെങ്കിലും നീ ഈ കുടുംബത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും മാപ്പ് ചോദിച്ചിട്ട് ബീരാൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ബീരാൻ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഷോക്കായിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി ആണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, അദ്ദേഹം പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണോന്നേ. ഒന്നും മിണ്ടാതെ നിന്ന് ശ്രുതി കരയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വീണ്ടും രവി പറയുന്നുണ്ട്, നീ എന്നാലും ഒരു വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയല്ലേ നീ? ഒരു കുടുംബത്തിൽ വന്നിരുന്നിട്ട് ആ കുടുംബത്തിലുള്ള ഇത്രയും പേരെ മണ്ടന്മാരാക്കി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലീസ് അങ്കിൾ, എന്നോട് ക്ഷമിക്കങ്കിൾ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. എന്നാലും രവി പറയുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ നിന്നോട് ഞങ്ങൾ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? അന്ന് ശ്രുതിയെ പറ്റിച്ചിട്ട് ആ പെൺകുട്ടി പൈസയുമായിട്ട് കടന്നു കളഞ്ഞപ്പോൾ ആ പൈസ മേടിച്ചുകൊണ്ട് വന്ന് നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് തന്നതാണെന്നും പറഞ്ഞ് നിങ്ങളിവിടെ ബിസിനസ് നടത്തി. അപ്പോൾ ആ ഒരു തെറ്റ് മാത്രമാണ് നീ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഞങ്ങൾ കരുതിയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് അതൊന്നും ഒരു തെറ്റേ ആയിരുന്നില്ലെന്നാണ് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും നിനക്ക് എങ്ങനെ ഇതൊക്കെ തോന്നി എന്നൊക്കെ ചോദിച്ചിട്ട് രവി നല്ല രീതിയിൽ ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി, അങ്കിൾ എന്നോട് ക്ഷമിക്കുങ്കിൾ, പ്ലീസ് അങ്കിൾ, ഞാൻ ഒന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കരയാണ്. രവി വീണ്ടും പറയുന്നുണ്ട്, അതെ, സച്ചിയും രേവതിയും ഇപ്പോൾ ഈ സത്യങ്ങൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊന്നും അറിയാതെ നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ കാര്യം അറിയാതെ നാടകം കളിക്കുന്ന രീതിയിൽ അങ്ങ് പൊക്കോണ്ടേ ഇരിക്കില്ലായിരുന്നോ? ആയുസ്സുകാലം മുഴുവൻ ഞങ്ങളെ കബളിപ്പിച്ച് നീ അന്തസ്സോടുകൂടി ജീവിച്ചേനെയല്ലേ എന്ന് ചോദിക്കണേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതേ അച്ഛാ, അച്ഛൻ പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ്. എന്തായാലും ദൈവം നമ്മുടെ കൂടെയാണ് അച്ഛാ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നെ നിർത്തിയത്. വീണ്ടും രവി പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, ഇത്രയും പാപം ഞങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലുള്ള ആരെങ്കിലും നിന്നോട് പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇനി എന്തെങ്കിലും ഒരു ദ്രോഹം നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പറയുന്നേ. ഇത്രയും ദ്രോഹം ഞങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തത്? ഈ വീട്ടില് 3 മരുമക്കൾ കയറി വന്നു. ഇന്നേ വരെ ഞങ്ങള് മരുമക്കളായിട്ടല്ല മക്കളായിട്ട് തന്നെയല്ലേ നിന്നെ സ്നേഹിച്ചിട്ടുള്ളത്. എന്തിന്? നിന്നെ ഈ വീട്ടില് ചന്ദ്ര എല്ലാവരേക്കാളും കൂടുതൽ സ്ഥാനം തന്ന് സ്നേഹിച്ചില്ലേ? എന്നിട്ട് നീ ആ ചന്ദ്രയെ പോലും വഞ്ചിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ.
അതിന് ശേഷമായിട്ട് രവിയാണെങ്കിൽ സുധീരെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ, ഇവിടെ എന്താടാ നടക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം നീയും കൂടി അറിഞ്ഞുകൊണ്ടാണോ ചെയ്തത്, അതോ നീ അറിഞ്ഞിട്ട് ഞങ്ങളെ എല്ലാവരെയും നീയും ചേർന്ന് കബളിപ്പിക്കുമായിരുന്നോന്നേ? അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ എന്താ പറയുന്നത്? ഇപ്പോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഞാനിപ്പോ ആരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്നോ ഇവൾ ആരാണ്, ഇവളുടെ പേരെന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് അച്ഛാ ഞാൻ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, ദേ നോക്ക് ശ്രുതി, അന്ന് പണം നീലിമ തന്ന പണം നിന്റെ ഹസ്ബൻഡിന് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞ് നീ അന്ന് ചെയ്തു. അതിന് നിനക്ക് പറയാൻ ഒരു ന്യായം ഉണ്ടായിരുന്നു, നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണെന്ന്. എന്നാ ഇപ്പൊ ഈ പറഞ്ഞ നുണയ്ക്ക് നിനക്ക് എന്താണ് ന്യായം ഉള്ളതെന്നേ? അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തായി പറയുന്നത്? ഇപ്പൊ പറഞ്ഞത് ഒരു നുണ മാത്രമാണോ? ഇപ്പൊ പറഞ്ഞ വലിയൊരു നുണ മലേഷ്യക്കാരി വലിയ പണക്കാരിയായ മരുമകളെന്ന്. എന്നിട്ടിപ്പോ പിന്നെ ചെറിയച്ഛനായി, അമ്മാവനായി, അച്ഛൻ്റെ മരണമായി, പിന്നീട് ഇതേണ്ട ലൊട്ടുലൊടുക്ക് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കള്ളത്തരങ്ങൾ ഓരോ ദിവസം ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേനെ. അപ്പോഴേക്ക് രവി വീണ്ടും സുധീരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ ഇളയച്ചനാണെന്നും പറഞ്ഞിട്ട് എവിടെയോ കിടന്ന ഒരു ഇറച്ചി വെട്ടുകാരനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. എന്തിന്? നാട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ അടുത്തും പരിചയപ്പെടുത്തി. ആ നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ ഞങ്ങൾ സ്വന്തം വീട്ടിലെ ആളെ പോലെ നിന്നെയും നിന്റെ ഇളയച്ചനാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന ആളെയും കാണിച്ചു കൊടുത്തു. എന്നിട്ടിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നീ ഞങ്ങളുടെ തലയിൽ ചെരുപ്പൂരി അടിച്ചതിന് തുല്യമായില്ലേ? പറശ്രുതി, നീ എന്തിനാണ് ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞത്? ഇനിയെങ്കിലും വാ തുറന്നൊന്ന് സത്യം പറയുന്നേ. അത് അങ്കിൾ ഞാനെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് ചാടി എഴുന്നേക്കുന്നുണ്ട്. ചി നിർത്തടി മറ്റവളെ, നീ എന്ത് പറഞ്ഞാടി വാ തുറക്കാൻ പോകുന്നത്? നീ എവിടുന്ന് വന്നവളാടി? നീ ഒരു സ്ത്രീയാണോ? നീ ഏത് നാട്ടുകാരിയാണ് എന്നൊന്നും ഞങ്ങൾക്കിപ്പോൾ അറിയില്ല. നീ ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവരെ മുഴുവൻ തലയിൽ നീ മുളകരച്ച് തേച്ചില്ലേടി? വാ തുറന്ന മാത്രം കള്ളത്തരം പറയുന്ന നീ ഇനി ഒരക്ഷരം വാ തുറക്കരുതെന്ന് പറയാനേ. അപ്പോഴേക്കും വീണ്ടും ശ്രുതിയാണെങ്കിൽ ആൻറ്റി ഇല്ല ആൻറ്റി ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴത്തേന്, ഇനി എന്നെ നീ അങ്ങനെ വിളിച്ചു പോകരുത്. നീ അങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്നോട് പോലും അറപ്പ് തോന്നുന്നു എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. വീണ്ടും ശ്രുതി ഇങ്ങനെ ആൻറ്റി എന്ന് വിളിക്കുന്ന സമയത്ത് ചന്ദ്രമതി പിടിച്ചിട്ട് ഒറ്റ തള്ളങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ കുറച്ച് ദേഷ്യമൊന്ന് കുറയ്ക്ക്. ദേ രവിയേട്ടാ, ഈ കാര്യത്തിൽ രവിയേട്ട യാതൊരുവിധ അഭിപ്രായവും പറയണ്ട. ദേ ഇവള് കള്ളത്തരങ്ങൾ കൊണ്ട് മാത്രം കെട്ടിപ്പടിക്ക് ശരീരം കൊണ്ട് ഈ വീട്ടിൽ വന്ന് കയറിയവളാണ്. ഇവളെ കുറിച്ചിട്ട് ഞാൻ വാ തോരാതെ 1000 തവണയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുങ്ങളെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറഞ്ഞു. ഇവളെ പോലെ ഒരു പെൺകുട്ടി ലോകത്ത് തന്നെ ഇല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെ നീ ചെരുപ്പൂരി അടിച്ചില്ലേടി എന്ന് ചോദിക്കാനേ. അയ്യോ ആൻറ്റി ഇല്ല ആൻറ്റി, ഞാൻ ആൻറ്റി എന്ന് വിളിക്കുമ്പോഴത്തേക്കിനും നിർത്തടി, നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ട് എവിടെയോ കിടന്ന ഏതോ ഒരു ഇറച്ചി വെട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് നിന്റെ ഇളയച്ചനാണെന്നും പറഞ്ഞ് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അവന് ഞാൻ അടിമപ്പണി ചെയ്തില്ലേ? അതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പം എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. നിന്നെപ്പോലൊരു സ്ത്രീയെ ഞാൻ ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ല. കള്ളത്തരങ്ങളും വാ തുറന്ന കള്ളത്തരങ്ങളും അഭിനയങ്ങളും മാത്രമായിട്ട് നടക്കുന്ന ഒരു ആട്ടക്കാരിയാണ് നീ അല്ലേടി എന്ന് പറയുകയാണേ. അതിനുശേഷമായിട്ട് സുധീരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എടാ സത്യം പറയടാ, ഇവളെ കുറിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോന്നേ? അമ്മ എന്താ ഈ പറയുന്നത്? എനിക്കിപ്പോൾ ഇവർ പറയുമ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നത്. എനിക്കൊന്നും അറിയില്ല അമ്മയെന്നും പറഞ്ഞിട്ട് നിഷ്കളങ്കനായിട്ട് നമ്മുടെ സുധിയും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതോടെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എങ്ങനെയാടി നിനക്കിങ്ങനെ സ്വന്തം കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെയും അവരുടെ കുടുംബക്കാരെയും ഇങ്ങനെ പറഞ്ഞു വഞ്ചിക്കാൻ തോന്നുന്നത്? നീ ഒരു മനുഷ്യനാണോടി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി അങ്ങോട്ട് എന്നിട്ട് ശ്രുതിക്കിട്ട് വീണ്ടും ഒറ്റ അടി അങ്ങ് അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുടിക്കുത്തിന് പിടിച്ചിട്ട് ചന്ദ്രയുടെ ദേഷ്യം മൊത്തം അങ്ങ് തീർക്കുന്നുണ്ട്. എങ്ങനെയാടി നിനക്ക് ഇത്രയധികം കള്ളത്തരങ്ങൾ പറയാൻ കഴിയുന്നത്?
നിന്നെ തലയിലേറ്റി വെച്ച് നടന്നതും നിന്നെക്കുറിച്ച് അഭിമാനപൂർവ്വം ഞാൻ എല്ലാവരോടും പറഞ്ഞത് തന്നെ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടാവുന്നു. എന്നെ നീ ചെലിപ്പൂരി അടിച്ചതിന് തുല്യമായില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. അടിച്ചിട്ട് വീണ്ടും ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെയൊക്കെ തൊട്ട എൻ്റെ ആ കൈ തന്നെ പുഴുത്തു പോവും, അത്രയ്ക്കും ദുശ്ശവളാണ് നീ ചെയ്തതിനെ വലിയ വഞ്ചന ദ്രോഹം എന്ന് തന്നെയാണ് പറയേണ്ടത്. എങ്ങനെയാണ് നിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരേക്കായാലും അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചില്ലേ, ഞാൻ നിന്നെ തലയിൽ ഏറ്റുവെച്ചല്ലേ നടന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ കറക്റ്റ് സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ അമ്മ ഇപ്പം പറഞ്ഞ ആ കറക്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. നിങ്ങൾ കുറച്ച് പേരെ തലയിലേറ്റി വെച്ച് നടന്നാടും, കുറേ പേരെ തറയിലിട്ട് ചവിട്ടി മെതിക്കും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനൊന്നും മിണ്ടാതെ ഇരിക്കുന്നേ. ഇതോടെ കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, കേട്ടില്ലേടി, അവൻ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതെ, എന്തായാലും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ചോദിച്ചത് കറക്റ്റായിട്ട് തന്നെയാണ്. ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണല്ലോ സംഭവിച്ചു പോയത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾ ചോദിക്കാൻ തുടങ്ങും. പിന്നെ നാട്ടുകാർ ഓരോരുത്തരായിട്ട് എന്നോടിങ്ങനെ ചോദിക്കാൻ തുടങ്ങും. കാരണം ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണല്ലോ നീ. പിന്നെ എല്ലാവരും എന്നെ നോക്കി കാറി തുപ്പാൻ തോന്നും. എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് വന്ന ദേഷ്യത്തിന് റൂമിലിരുന്ന സാധനങ്ങളെല്ലാം എടുത്തങ്ങ് എറിയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതിയുടെ കാലിൽ പോയി വീണിട്ട് ശ്രുതി, ആൻറ്റി ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയാണ്. നിർത്തടി, നിന്റെ ഈ ആൻറ്റി എന്നുള്ള വീട്ടിൽ മയങ്ങിപ്പോയതാണ് ഞാൻ. അത് എല്ലാത്തിനെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പറഞ്ഞതെല്ലാം കേട്ട് തലയാട്ടി പ്രതിമയെ പോലെ നിന്ന എന്നെ വേണമല്ലോ പറയാൻ. പാവല്ലേടി എൻ്റെ മോനെ, അവനെ എങ്ങനെ ഇത്രയധികം വഞ്ചിക്കാനായിട്ട് നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രുതിക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ആൻറ്റി എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്നാ ഞാനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കിനും നിർത്തടി, ഇനി നീ വാ തുറന്നു പോരുതെന്നും പറഞ്ഞിട്ട് ഒറ്റയൊരൊച്ചയാണ് കേട്ടോ. എല്ലാവരും ചന്ദ്രയുടെ ആ ഭാവമാറ്റത്തിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി എന്താടി, നീ പുതിയ കഥ ഇവിടെ മെനയാൻ പോവാണോ? അപ്പോഴേക്കും സുധി ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് സുധിയുടെ അടുത്തേക്ക് പോകാൻ പോകുന്ന ശ്രുതിയെ വീണ്ടും തള്ളി അങ്ങ് മാറ്റിയിട്ട് പറയുന്നുണ്ട്, മതിയടി നിന്റെ നാടകം. ഇനി നീ എൻ്റെ മോൻ്റെ നേരെ നിന്റെ നിഴല് പോലും വീഴാനെ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചതിന് പിന്നിലും ഇപ്പോൾ ഞാനായി പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നത്. നീ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും വിശ്വസിച്ച് എൻ്റെ മോൻ്റെ ജീവിതം കൂടി ഞാൻ തകർത്തു. അവനെ നിന്റെ തലയിൽ കെട്ടിവെച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നുക. ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല, ഇറങ്ങടിയെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചിട്ട് വീടിന് പുറത്തേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയെ പിടിച്ച് തള്ളുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ശ്രുതിക്ക് എന്താ പറയാനുള്ളതെന്നൊന്നും ഒന്ന് കേൾക്കാന്നേ. അപ്പോഴേക്കും മതിയടി, ഇനി നീ കൂടി എന്നെ ഉപദേശിക്കാൻ വരണ്ട, എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം, നീ അകത്ത് കയറി പോന്നും പറഞ്ഞിട്ട് രേവതിനെ അവിടെ നിന്ന് അങ്ങ് ഓടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയെ വീണ്ടും പിടിച്ചിട്ട് പുറത്തേക്ക് അങ്ങ് തള്ളി മാറ്റുന്ന സമയത്തും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ സ്റ്റക്കായി നിൽക്കുകയാണേ. ഇത് കാണുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോടായിട്ട്, എന്താ സച്ചിയേട്ടാ നിങ്ങളുടെ ഏട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? ഈ സമയം സച്ചി പറയുന്നുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവനൊന്ന് റിയലൈസ് ചെയ്തെടുക്കാൻ കുറേ സമയമാവും, അവനെല്ലാം ഒന്ന് മൈൻഡിലേക്ക് എടുക്കുന്നതേ ഉള്ളൂന്നേ. ഈ സമയം ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് പറയാനുള്ളത് ഒന്ന് കേക്ക്, നീ ഇനി ഒരു കോപ്പും ഇവിടെ പറയണ്ട, നീ പറഞ്ഞത് മുഴുവൻ കേട്ടാണടി ഇപ്പം എൻ്റെ മോൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും നശിച്ചു പോയിരിക്കുന്നത്. ഇനി ഒരു സെക്കൻഡ് പോലും നീ ഇവിടെ നിന്നാൽ എനിക്കാണ് നാണക്കേട്. കാരണം ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണല്ലോ. ഇനി എൻ്റെ മോൻ്റെ അയലത്ത് പോലും നിന്നെ കണ്ടുപോകലെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ ചവിട്ടി അങ്ങ് പുറത്താക്കുകയാണ് കേട്ടോ. വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ എങ്ങും പോയില്ല, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഇതെൻ്റെ വീടാണെന്ന് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നേ. ഈ സമയം രവിയും പറയുന്നുണ്ട്, ചന്ദ്രൻ അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ ഒന്ന് കേൾക്ക്. അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സച്ചിൻ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. ശരിയാ, ശ്രുതി എന്താണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടിട്ട് പോരേന്നേ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിനകത്ത് ഇനി ആരും ഒരഭിപ്രായം പറയണ്ട, ഈ വീട്ടിൽ ആര് നിൽക്കണം
പോണോന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ചി മതിയടി, ഇറങ്ങടി, ഒരു സെക്കൻഡ് പോലും നീ ഇനി ഇതിനകത്ത് കാണാൻ പാടില്ലെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. ശ്രുതിയാണെങ്കിൽ ചന്ദ്രയുടെ കാലിൽ വീണിട്ട് ആൻറ്റി ഞാൻ പോവില്ല, എനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കണം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇനി നീ ഒന്നും പറയണ്ട, ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്നും പറഞ്ഞിട്ട് വീണ്ടും പൊടിക്കുത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് അങ്ങ് തള്ളുകയാണ് കേട്ടോ. എന്നാൽ ശ്രുതി വീണ്ടും ഓടിച്ചെന്നിട്ട് ശ്രുതിയുടെ കാലിൽ വീഴുന്നുണ്ട്. ശ്രുതി നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുന്നേ. എന്നാൽ ശ്രുതിയാണെങ്കിൽ കണ്ണുയർത്തി ശ്രുതിയെ ഒന്ന് നോക്കുന്നു പോലും ഇല്ല. അങ്ങനെ രവിയാണെങ്കിലും പോയി തടയുന്നുണ്ട്. ചന്ദ്രെ നീ ഒന്ന് പറയുന്ന കേക്ക്, നീ ഇച്ചിരി ഒന്ന് സമാധാനിക്ക്. രവിയേട്ടാ ഇതിനകത്ത് ആരും ഒരഭിപ്രായം പറയണ്ട, ഇവൾ ഈ ഒരു സെക്കൻഡ് പോലും ഈ വീട്ടിൽ കാണാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് പുറത്തങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചിയും പറയുന്നുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യണോ അച്ഛാന്നേ, എന്ത് ചെയ്യാനാണ്, ചന്ദ്ര അത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. ചന്ദ്രനെ ഒന്നും അല്ലെങ്കിലും ചന്ദ്രയോടെങ്കിലും അവൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രേവതിയും പോയി ശ്രുതിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഇനി അവളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ വന്ന നിന്റെ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോവാനേ. അപ്പോഴേക്ക് രേവതി ഒന്നും മിണ്ടാതെ അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയെ പുറത്തിട്ടിട്ട് രവിയേട്ടാ നിങ്ങൾ അകത്ത് കയറെന്ന് പറഞ്ഞിട്ട് രവിയെ വിളിച്ച് അകത്തോട്ട് കയറുന്ന സമയത്താണ് ശ്രുതിയുടെ ബാഗ് തറയിൽ കിടക്കുന്ന കാണുന്നത്. ആ ബാഗാണെങ്കിൽ ചന്ദ്ര കാലുകൊണ്ട് ചവിട്ടി ഒറ്റയേറാണ് കേട്ടോ പുറത്തേക്ക്. അങ്ങനെ ശ്രുതിയെ പുറത്തേക്ക് ബാഗും കൂടി എറിഞ്ഞു കൊടുത്തിട്ട് കതകങ്ങ് അടച്ചു വിടുന്നുണ്ട് കേട്ടോ എല്ലാവരെയും അകത്ത് കയറ്റിയിട്ട്. അങ്ങനെ ശ്രുതി ഒരു നിവർത്തി തിരിച്ചു കയറാൻ പറ്റാതെ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇനി ഒരു തുള്ളി രക്തമെങ്കിലും നല്ല രക്തം നിന്റെ ശരീരത്തിലൂടെ ഓടുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാതെ നീ എവിടാണെന്ന് വെച്ചാൽ പോവാനേ. അങ്ങനെ ശ്രുതി ആ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ അകത്ത് കയറി കഴിയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നിന്റെ ദേഷ്യം ഒരു അല്പം കൂടിപ്പോയി, എന്നാലും ആ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വിശ്വസിച്ച് കയറി വന്നവളാണ്, അവളെ വീട്ടിന് പുറത്താക്കേണ്ടിയിരുന്നില്ലെന്നേ. ഇത്രയെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് രവിയേട്ടൻ വീണ്ടും എന്നോട് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്, അവൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇനി ഇതിന് ഞാൻ എങ്ങനെയാണ് അവളോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രവി ആണെങ്കിൽ ശ്രുതിയോട് വീണ്ടും പറയുന്നുണ്ട് എടാ ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും അവൾ നിന്റെ ഭാര്യയാണ്, അവളെ ഈ വീട്ടിന് പുറത്തു വിടാൻ പാടില്ല, നീ പോയി കൂട്ടിയിട്ട് വരാനേ. അപ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട് എടാ പെട്ടെന്ന് ചെല്ലടാ, പൗഡർ എടുത്തി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, പോയി കാണില്ലാന്നേ. എന്നാൽ ശ്രുതിയാണെങ്കിൽ ഒരക്ഷരം പോലും അനങ്ങാതെ ചന്ദ്രയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കി നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാൽ രവി വീണ്ടും പറയുന്നുണ്ട് എടാ അവള് തെറ്റ് ചെയ്തെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ, അതുപോലും നമ്മൾ കേൾക്കാൻ നിന്നില്ല, നീ പോയി അവളെ കൂട്ടിയിട്ട് വന്നേ. എന്നാ ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇല്ലച്ചാ ഇനി ഞാൻ അവളെ കൂട്ടിയിട്ട് വരാൻ പോകുന്നില്ല. അങ്ങനെ രവി കുറേ പറഞ്ഞു കഴിയുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട് എടാ മര്യാദയ്ക്ക് അകത്ത് കയറി പോവാനേ. അത് കേൾക്കുന്ന പാടെ ശ്രുതി റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് ചന്ദ്രേ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത്രയും നാള് ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു, എന്നാൽ ഇപ്പോൾ ഈ ഒരു നല്ല കാര്യം ഞാൻ ചെയ്തു എന്ന് പറയണേ. എന്നാൽ രവി പറയുന്നുണ്ട് അല്ല ചന്ദ്രേ നീ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റ് തന്നെയാണ്, നമ്മുടെ വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി കയറി വന്ന ഒരു പെൺകുട്ടിയാണ്, അവളെ ഒരിക്കലും വീടിന് പുറത്താക്കിയത് നല്ലതല്ല, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്നും അതിനുള്ള കാരണങ്ങൾ ചോദിച്ച് ശിക്ഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, എന്നാലും ഒരിക്കലും വീടിന് പുറത്താക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്, അവൾ ഇവിടെ കൊണ്ടുവന്ന് എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി, കണ്ടവനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് നാടകം കളിപ്പിച്ചു, അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നത് ഞാനാണ്, ആ വലിയ പാപം ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ട് അവളെ എന്നേക്കുമായിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്താക്കി, ഇനി അവൾ ഈ വീട്ടിലോ എൻ്റെ മോൻ്റെ നിഴൽ പോലും പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയും റൂമിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ശ്രുതി എങ്ങോട്ടേക്കാണ് പോയത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. Thank you for watching. Bye.